എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭാരതത്തിൻ്റെ ആചാര്യ പരമ്പരകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആചാര്യ പരമ്പരയുടെ ഒക്കെ തന്നെ ഏറ്റവും ഔന്നിത്യത്തിൽ നമ്മൾ കാണുന്ന ഭാരതത്തിൽ എല്ലാവർക്കും ഇന്ന് ഈ സനാതന ധർമ്മത്തിൻ്റെ തണലിൽ അഭിമാനത്തോടുകൂടി നിൽക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കി തന്ന ഒരു മഹാത്മാവിൻ്റെ ജന്മദിനം ആണിന്ന്. ഇന്ന് സാക്ഷാൽ ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മദിനമാണ്. ശങ്കര ജയന്തി ദിവസമാണ്. എല്ലാവരും സാധിക്കുന്നത് പോലെ ആ ശങ്കര ഭഗവത്പാദരുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുക. കാരണം അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഞാൻ ഭാരതീയനാണ് എന്നും, അതിലും ഉപരിയായി ഞാനൊരു സനാതനധർമ്മ വിശ്വാസിയാണ് എന്നും പറയാനുള്ള ഒരു പശ്ചാത്തലം നമുക്ക് ഒരുക്കി തരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മഹാത്മാവാണ് ശങ്കര ഭഗവത്പാദർ. മേടമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്ത് ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും മകനായിട്ട് ആ ഭഗവത്പാദരുടെ തിരു അവതാരം ഉണ്ടായത് ഇന്നേ ദിവസമാണ് എന്നാണ് സങ്കല്പം. ചരിത്രകാരന്മാരും സന്യാസി ശേഷന്മാരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവതാരം ഏതാണ്ട് BC 507 തിരുവവതാരം ഉണ്ടായത് എന്നൊരു സങ്കല്പം പറയാറുണ്ട്. ഏതായാലും മേടമാസത്തിലെ തിരുവാതിര നക്ഷത്രം, തിരുവാതിര എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ മഹാദേവന്റെ നക്ഷത്രമാണ്. ഭഗവാൻ ശങ്കര ഭഗവത്പാദർ പരമശിവന്റെ അംശാവതാരാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം സന്യാസിവര്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ശങ്കരൻ എന്നാണല്ലോ. അദ്ദേഹം പടുത്തുയർത്തിയ പ്രസ്ഥാനത്രയത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ സനാതന ധർമ്മം ഇന്നും വളരെയധികം ശോഭയോടുകൂടി ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവതാര കാലഘട്ടത്തിൽ സനാതനധർമ്മം നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അദ്ദേഹം 32 വയസ്സ് വരെയാണ് അദ്ദേഹത്തിൻ്റെ അവതാര കാലയളവ് പറയുന്നത്. അത്രയും സമയത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർക്കാത്ത മഹത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. ഉപനിഷത്തുകൾക്ക്, വേദങ്ങൾക്ക്, ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഗ്രന്ഥരചനകൾ, ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം അദ്വൈതത്തിൻ്റെ ചിന്തയുടെ, അതിൻ്റെ ദർശനങ്ങളുടെ മഹാത്മ്യത്തെ ഭാരതത്തിൻ്റെ ഓരോ കോണുകളിലും എത്തിച്ച്, ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലായി 4 ആശ്രമങ്ങൾ പണി കഴിപ്പിച്ച്, അവിടെയൊക്കെ തന്നെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ശിഷ്യസമ്പത്ത് ഉണ്ടാക്കി ഇന്നും ഭാരതത്തിൻ്റെ ആത്മീയ തേജസ്സായിട്ട് ശങ്കര ഭഗവത്പാദർ നിലനിൽക്കുന്നു. ഒരു മലയാളി എന്നോണം, ഒരു കേരളീയൻ എന്നോണം നമുക്ക് അഭിമാനിക്കാൻ ഇതിലും കൂടുതൽ എന്താണ് വേണ്ടത്? ശങ്കര ഭഗവത്പാദരുടെ അവതാരം ഉണ്ടായിട്ടുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചത് എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അദ്ദേഹം പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മൂല്യങ്ങളെ സദാ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നുള്ള എളിയ സന്ദേശമാണ് ഈ ശങ്കര ജയന്തി ദിവസം മുന്നോട്ട് വയ്ക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള കൃതികളുണ്ട്. മനുഷ്യ പഞ്ചക ആയിക്കോട്ടെ, മാതൃപഞ്ചക ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള കൃതികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഈ അദ്വൈത ഭാവമാണ്. അദ്ദേഹം തൻ്റെ അമ്മയെക്കുറിച്ച് പാടിയിട്ടുള്ള മാതൃപഞ്ചമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, തൻ്റെ അമ്മയെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരാൾക്ക് അതൊക്കെ കണ്ണീരില്ലാതെ കേട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുക. അത്രയധികം മഹത്തരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കൃതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. സർവജ്ഞപീഠം കേടിയിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹം. മൂകാംബികാദേവിയായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ ഏതൊക്കെ പാരമ്പര്യങ്ങളിൽ നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ ശങ്കര ഭഗവത്പാദരുടെ ഒരു കാൽപ്പാട് കാണാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തിനധികം പറയുന്നത്, നമ്മൾ പലതവണ കഥേമമ്മയിൽ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേത് പോലും പൂജാവിധാനങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരാണ്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടും ശങ്കര ഭഗവത്പാദരുടെ പാരമ്പര്യം പറയാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ശങ്കര ഭഗവത്പാദരുടെ ഒരു കയ്യൊപ്പ് കാണാതിരിക്കാൻ സാധിക്കില്ല. ശൈവരെന്നും വൈഷ്ണവരെന്നും ശാക്തേയരെന്നും ഗാണപത്യരെന്നും കൗമാരരെന്നൊക്കെ പറഞ്ഞ് പരസ്പരം വിഘടിച്ച് നിന്നിരുന്ന ഒരു ജനസമൂഹത്തെ 16ാമത്തെ വയസ്സ് മുതൽ ഒരു തരത്തിലുള്ള സഞ്ചാരപാതകളും കൃത്യമായിട്ടില്ലാത്ത കാലത്ത്, ഒരു തരത്തിലുള്ള സഞ്ചാര മാർഗങ്ങളും ഇന്നത്തെ കാലത്തെ
സഞ്ചാരമാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ സനാതനധർമ്മത്തിൻ്റെയും അദ്വൈതത്തിൻ്റെയും മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സംവാദങ്ങളിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആ മഹാത്മാവ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അഭിമാനത്തോടു കൂടി നമ്മളൊക്കെ സനാതനധർമ്മ വിശ്വാസികളാണ് എന്ന് പറയാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ലാതെ പോയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭഗവത്പാദർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്, ഇക്കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായത്, അവിടത്തെയൊക്കെ അനുഷ്ഠാന രീതികളൊക്കെ ചിട്ടപ്പെട്ടത്. അതൊക്കെ ഭഗവത്പാദരുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നന്ദിയോടുകൂടി അദ്ദേഹത്തെ സ്മരിക്കുക. സാധിക്കുന്നത്ര അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള മൂല്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. ഇന്നും പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് ഈ ദേവതകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള കലഹങ്ങൾ. വിഷ്ണുവിനെ അധികമായിട്ട് ആരാധിക്കുന്നവർ ശിവനെ താഴ്ത്തി സംസാരിക്കുന്നു, ഭഗവതിയെ അതിയായിട്ട് സ്നേഹിക്കുന്നവർ വിഷ്ണുവിനെ താഴ്ത്തി സംസാരിക്കുന്നു. ഇന്നും ഈ ദേവതകളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള കലഹം പലയിടത്തും കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ഭേദചിന്ത നമ്മൾ ഉയർത്തുന്നത്? ഇതെല്ലാം ആത്യന്തികമായിട്ട് ആ ബ്രഹ്മം തന്നെയാണ് എന്ന് കേരളത്തെ മാത്രമല്ല, ഈ ഭാരതത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ആ ശങ്കര ഭഗവത്പാദരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ദേവതകളുടെ പേരിനെ ചൊല്ലിയുള്ള കലഹം ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം അതിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമെങ്കിലും നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് അതിൻ്റെ മൂല്യം എന്താണെന്ന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭ്യസിപ്പിച്ച് ശങ്കര ഭഗവത്പാദർ എങ്ങനെയാണോ ഏറ്റവും ചെറിയൊരു കാലയളവിൽ തന്നെ ഈ ഭാരതഭൂമിയെ ഏറ്റവും പവിത്രമാക്കി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത്, അതുപോലെ നമ്മളുടെ ഓരോ പുതിയ തലമുറയിലുള്ള കുട്ടികളും ഭാവിയിലെ ശങ്കര ഭഗവത്പാദരുടെ പിൻഗാമികളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ ശങ്കര ജയന്തി വരെയുള്ള എല്ലാ സമയത്തും ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിൽ ഒരു തവണയെങ്കിലും ഭഗവത്പാദരുടെ ഏതെങ്കിലും ഒരു കൃതി, ഒരു ശ്ലോകം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ നിരന്തരം അഭ്യസിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും ശങ്കര ഭഗവത്പാദരുടെ ജയന്തി ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.